ഇതല്ല മീൻ കൊടുക്കുന്നുണ്ടോ? ഈ ഇടയ്ക്ക് എന്താടാ മീൻ വെറുതെ ഇങ്ങനെ മുട്ടി കളിക്കുന്നുള്ളൂ, കൊടുക്കുന്നില്ലടോ. കണ്ണു കൊടുക്കും, അവിടെ പറയോ, കുറച്ച് പറയോ. കണ്ടത്തിട്ട് മീനൊന്നും കൊത്തുന്നില്ല, വെറുതെ തട്ടി കളിക്കുക. മീനല്ല ഇപ്പം ഭയങ്കര സാമർത്ഥ്യം പഠിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ. പണ്ട് ഞാനിവിടെ വന്ന് മീൻ പിടിക്കുന്ന സമയത്തില്ലേ, കൊറോണ സമയം ഓർമ്മയുണ്ട്. നമ്മൾ കടലിലെ മീനൊന്നും കൂട്ടലില്ലല്ലോ. അന്ന സമയത്ത് ഏകദേശം ഇതിനെക്കാട്ടും വലിപ്പമുള്ള ഒരു മീന് ഒരു 100-150 കിലോ ഉണ്ട് സംഭവം. ഞാൻ ഇവിടുന്ന് പിടിച്ചു ശരിക്കും. അത് ശരി. ഇങ്ങനൊരു കാര്യം അറിയോ, പണ്ട് ഞാനും എന്റെ വല്യച്ഛനും കൂടി ഒരു ദിവസം രാത്രി ഇവിടെ മീൻ പിടിക്കാൻ വന്ന്. അങ്ങനെ മീൻ പിടിക്കുമ്പോ ആംബുലൻസിങ് കത്തിച്ചാ വന്നത്. അങ്ങനെ എന്നോട് അറിയാണ്ട് ആംബുലൻസ് തട്ടി വെള്ളത്തിൽ വീണ്. വല്യച്ഛനാണ് ദേഷ്യം പിടിച്ച്. എന്നാലും വല്യച്ഛൻ മീൻ പിടുത്തം നിർത്തിയില്ല. വല്യച്ഛൻ അങ്ങനെ മീൻ പിടിക്കുന്നതിനോ വലിച്ചും കിട്ടും മോനെ ഒരു തിളങ്ങുന്ന മീൻ. തിളങ്ങുന്ന മീനോ? അങ്ങനെ വരാൻ വഴിയില്ലാലോ. ഇവിടെ തിളങ്ങുന്ന മീനല്ല, എന്നോടൊരു എമർജൻസി തട്ടി താഴെ പോയില്ലേ നേരത്തെ, അത് ഈ മീന്റെ പള്ളയിലല്ലേ, അത് കത്തല്ലേ. അങ്ങനെ കത്തുവോ? പിന്നെ എന്താ കത്തുവോന്നോ? ഇനി ഒരു കാര്യം ചെയ്യ്, ഇനി നേരത്തെ പിടിച്ച മീനിന്റെ വലിപ്പെല്ലാം കുറച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് എമർജൻസി ഞാനങ്ങ് ഓഫാക്കാം. അല്ലടത്ത് എത്ര നേരമായി മീനൊന്നും കിട്ടാത്തത്? ഇവിടെ മീനൊന്നും കിട്ടുന്നില്ലല്ലോ. ഞാനും നോക്കുന്നെന്താണ് ല്ലോ മീൻ കിട്ടാത്തത്. എനിക്ക് തോന്നുന്നത് ഈ വെള്ളയും വെള്ളം എടുത്ത് വന്നിട്ടാണ് കിട്ടാതെ എനിക്ക് തോന്നുന്നത്. എനിക്ക് വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ല. എടോ ഇനി വെള്ളയും വെള്ളയും മാറ്റിട്ട് വാ, എന്നാലേ മീൻ കിട്ടൂ. ഇവനെ കൊണ്ടൊരു രക്ഷയില്ല. വെള്ളയും മീൻ പിടിക്കലോ അല്ലേ? ഞാൻ എന്താ പാട്ട് ഞാൻ പറയാനായത്? വെള്ളയും പിടിക്കാത്ത മീൻ. എന്നാ പിന്നെ ഞാൻ പോയി ഡ്രസ്സ് മാറ്റി വരാട്ടോ. പിന്നെ വരുമ്പോ ഒരു ചട്ടി കൂടി ഇങ്ങ് എടുക്കാം. ചട്ടി എന്തിനാണോ? മീൻ കിട്ടിയിക്കോ? അത് നിങ്ങളെ തലയിൽ വെക്കാനാ. കാരണം നര കണ്ടിട്ട് മീൻ കിട്ടാണ്ടായി പോണ്ട. എങ്ങനാ?